എൻ്റെ പേര് മുരളി ജയൻ. കേട്ടോണ്ട് എൻ്റെ പേര് മനസ്സിലായി. മരിച്ചുപോയ സിനിമ നടൻ ജയൻ്റെ മകൻ മുരളി. മനസ്സിലായി. ഇപ്പം അഭിനയ രംഗത്തേക്ക് വന്നോ? അഭിനയ രംഗത്താണോ? ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ നായകനായ ദ പ്രൊട്ടക്ടർ എന്ന സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തു. ആ സിനിമ ഇപ്പോൾ റിലീസായി. അപ്പോൾ ഇവിടെ ഒരു സിനിമ ഇന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് അഭിനയ രംഗത്തോട്ട് അവസരങ്ങൾ വന്നു തുടങ്ങിയത്? എങ്ങനെയാണ് അത്? എൻ്റെ അച്ഛനായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് വിളിക്കാണ്. അപ്പോൾ ആദ്യം അഭിനയിച്ച സിനിമ ഇതാണോ? ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കൂടെയുള്ള സിനിമയാണോ ആദ്യം അഭിനയിച്ചത്? അപ്പോൾ എന്താ വൈകിയത്? എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഒരുപാട് വർഷമായി പരിചിതമാണ് മാധ്യമങ്ങളിൽ, അല്ല ഒരു 10-20 വർഷമായി മാധ്യമങ്ങളിൽ പരിചിതമാണ്. പക്ഷേ അവസരങ്ങൾ തേടി പോവാത്തതാണോ അതോ അവസരങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയത്? പോയില്ല ഞാൻ. കാര്യം എനിക്ക് 2 മക്കളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ അച്ഛനല്ലേ പിള്ളേരെയൊക്കെ ജന്മം നൽകി നമ്മൾ അവരെ പഠിപ്പിക്കണം, അവരെ വളർത്തണം. അപ്പോൾ ആ ഒരു ബാധ്യതയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മോള് ഡിഗ്രി കഴിഞ്ഞ്, മോൻ ഡിഗ്രി ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ ഇപ്പോഴേ ഞങ്ങൾ തുടങ്ങി. ഇപ്പം ഈ സിനിമയിലുണ്ടോ? ഇപ്പം ഇന്ന് വിഷമമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എല്ലാ ആളുകൾ വിളിച്ച് തുടങ്ങി എല്ലാ അവസരത്തിലും. ഇപ്പം ശരിക്ക് എന്താണ് തൊഴിൽ? എന്താണ് ശരിക്ക്? ഞാൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഇലക്ട്രിക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇപ്പോഴും ഉണ്ടോ? അത് ചെയ്തുകൊണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. കുഴപ്പമില്ല. ഒരുപാട് വിവാദങ്ങളും ഇതിലൂടെയൊക്കെ പോയതാണല്ലോ അല്ലേ? ഇപ്പോഴും ഉണ്ടോ? ഞാൻ പറഞ്ഞ ഈ പണ്ടത്തോടല്ല ഇപ്പോൾ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഒരുപാടുണ്ടല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇപ്പോൾ? കാര്യം അങ്ങനെ എന്നോട് പറയാൻ പറ്റില്ല. കാര്യം സോഷ്യൽ മീഡിയ മുഴുവൻ എൻ്റെ കയ്യിലാണ്. ഇപ്പം നിങ്ങളെപ്പോലുള്ള ഈ ചാനൽസുകാരാണ് എന്നെ ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നത്. കാര്യം ഒന്നുമില്ലാതെ കിടന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ആക്കിയത് ആദ്യത്തെ നന്ദി പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ മിമിക്രി കലാകാരന്മാരാണ്. 2000 ജയൻ തരംഗം ഉണ്ടാക്കിയതിന് ശേഷമാണ് മിമിക്രിക്കാരന്മാരെ നമ്മുടെ അച്ഛനെ വീണ്ടും ഒരു ജന്മം നൽകി ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഞാനിങ്ങനെ മകനുണ്ടെന്ന് അറിയുന്നത്. ഇത് എല്ലാം നമ്മുടെ മിമിക്രിക്കാരന്മാരും ഈ യൂട്യൂബ് ചാനലുകാരും ഒക്കെയാണ് എന്നെ ഏറ്റവും സഹായിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വേറെ പലരും നിഷേധിക്കുകയും അവരൊക്കെ ഒരുപാട് ചേട്ടനെ വേറെ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിൽ ഒരു കാര്യമില്ല. നിഷേധിക്കേണ്ടത് എന്നെ ഞാനുമായിട്ടൊരു DNA എടുത്ത് ഒരു ജയൻ്റെ മകനല്ല എന്ന് തെളിയിച്ച് വേണം സത്യസന്ധമായിട്ട് നിഷേധിക്കാൻ. വാക്കുകൊണ്ട് എന്തും പറയാമല്ലോ. എനിക്ക് വേണമെങ്കിലും ജയൻ്റെ മോൻ എന്ന് പറയാം, നസിസാറിൻ്റെ മോൻ എന്ന് പറയാം, മോഹൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു DNA ടെസ്റ്റിലോട്ടൊന്ന് പോകാൻ അവരും തയ്യാറുമല്ല. അവർ ഇത്രയും വർഷം 2017 തുടങ്ങിയ 2017 ആക്ച്വലി 2001 ഭൂലാൻ ദേവിയെ പിടിച്ചു കൊന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വാർത്ത എൻ്റെ ആയിരുന്നു. ജയൻ എൻ്റെ അച്ഛൻ മുരളി കോടതിയിലേക്ക് വന്നവരുടെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത എൻ്റെ. അന്ന് മുതൽ ഇപ്പോൾ എത്രയായി? 2001 മുതൽ ഇപ്പോൾ എത്രയായി? 24 വർഷം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലം. ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ കുടുംബത്തിലൊരു ഒറ്റ ആൾ കൂടി രംഗത്ത് വന്നിട്ട് ഇത് ജയൻ ഞങ്ങളുടെ വല്യച്ഛൻ ജയനുമായി യാതൊരു ബന്ധവുമില്ല, ഇയാൾ ജയൻ്റെ മകനല്ല എന്ന് തെളിയിക്കാൻ അവരെ കൊണ്ട് ഇതുവരെയായിട്ട് കഴിഞ്ഞു. പക്ഷേ അത് താങ്കൾ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് നിയമപരമായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി തെളിയിക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ അവർ DNA ഇപ്പം ഞാൻ പറയട്ടെ, അവരും കൂടി തയ്യാറല്ലേ എനിക്ക് തെളിയിക്കാൻ പറ്റൂ. ക്യാഷ് ഇറക്കാൻ ഞാൻ തയ്യാറാണ്. DNA കിറ്റ് പിടിച്ചിട്ട് തന്നെ വേണ്ട 2017 ഞാൻ DNA കിറ്റ് പിടിച്ചിട്ട് ട്രിവാൻഡ്രത്തെ ഹോസ്പിറ്റലിൽ പോയി. അതിപ്പോഴും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുകയാണ്. പക്ഷേ അവർ തയ്യാറാവണം. അപ്പോൾ ഈ സിനിമാ രംഗത്തുള്ളവരുടെ ഈ വാർത്തകൾ വന്നു ഇപ്പോൾ 24 വർഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ താങ്കളുടെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഒക്കെ ഇപ്പം ഇന്ന് ശങ്കർ സാർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. അവരുടെ അതുപോലുള്ള ആളുകളുടെ അടുത്തൊക്കെ അവരൊക്കെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അവരൊക്കെ അംഗീകരിക്കുന്നത്? ഞാൻ പോയി കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പോയി കാണാത്തത്? എല്ലാവർക്കും അറിയാം. എല്ലാ സിനിമാ മേഖലയിലുള്ള പഴയതും പുതിയ എല്ലാ ആൾക്കാർക്കും എന്നെക്കുറിച്ച് അറിയാം. പിന്നെ ഇപ്പം തന്നെ ഒരു മിമിക്രി കലാകാരൻ, മിമിക്രിയല്ല, ഒരു നമ്മുടെ അച്ഛൻ്റെ വേഷമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി, പേര് അഷ്റഫ് എന്നാണ്. അദ്ദേഹം നമ്മുടെ മധുസാറിനെ പോയി കണ്ടായിരുന്നു ഓണത്തിന്. അദ്ദേഹത്തിന് ഓണസദ്യയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മധുസാർ ഈ അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജയൻ്റെ മകനെ പോയി കണ്ടോ എന്ന് ചോദിച്ചു. തൃശ്ശൂരുള്ളതാണോ അഷ്റഫ് എന്ന് പറയുന്നത്? തൃശ്ശൂരുള്ളതാണോ? ചായയൊക്കെ വിറ്റ് കിടക്കുന്ന വണ്ടിയിൽ? ഓക്കെ. അഷ്റഫിന് ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അദ്ദേഹം ചോദിച്ചത്, മധുസാർ ചോദിച്ചത്, നീ എന്നെ കാണാൻ വന്നു, പക്ഷേ ജയൻ്റെ വേഷമിട്ടുണ്ടാവില്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണാൻ വന്നു, ജയൻ്റെ മകനെ പോയി കണ്ടോ ഓണമായിട്ട് എന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ അഷ്റഫ് അതിനെ നിഷേധിച്ചത്. അഷ്റഫിനെ സാറേ ഞാനത് വിശ്വസിച്ചില്ല. കാര്യം തെളിവൊന്നുമില്ല. തെളിവായിട്ട് വന്നാൽ അഷ്റഫ് എന്നെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അഷ്റഫിൻ്റെ കെട്ടിപ്പിടുത്തല്ലോ എനിക്കെന്നതിനാണ്. അഷ്റഫ് ഞാനോട്ട് ആരും വന്നില്ല. പക്ഷെ എന്താണ് ആ നടൻ ചോദിച്ചത്? എന്നെ ഓണമായിട്ട് കാണാൻ വന്നു. മധുസാർ പറഞ്ഞു എന്നെ കാണാൻ വന്നു. പക്ഷേ അപ്പോൾ മധുസാറിനെ അറിയുമായിരുന്നോ? അത് പണ്ടേ അറിയുമായിരുന്നു. എല്ലാവർക്കും അറിയാം. മധുസാറിനെ അറിയാം, ജനാർദ്ദൻ സാറിനെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ചേട്ടനായിട്ട് ആരെയും പോയി കണ്ടിട്ടില്ല. ഇതിനെ പോയി കണ്ടിട്ടില്ല. എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടോ? വല്ല ഫംഗ്ഷൻസിനൊക്കെ വെച്ച്? ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ശങ്കർ സാറിനെ കാണുന്നത് അദ്ദേഹം ശരഭഞ്ജനം സിനിമയിൽ ചെറിയ വേഷം. അതെ ശങ്കർ സാർ തുടങ്ങുന്നത് അതിലാണല്ലോ, പഠിക്കുന്നത്. അപ്പോൾ അന്ന് ശങ്കർ സാർ പറഞ്ഞായിരുന്നു, ജയൻ സാറിൻ്റെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നൈ വെച്ച് പറഞ്ഞു, ഞാൻ
എൻ്റെ പേര് ശങ്കർ, ഞാൻ തമിഴ് സിനിമയിലേക്ക് വേഷം ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് ഒരു ചെറിയ വേഷം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന തോളെത്തെട്ട് പറഞ്ഞ് ചെറിയ വേഷം ഒരിക്കലും പറയരുത്, കാര്യം ഞാനും ചെറിയ വേഷം ചെയ്താണ് ഇത്രയും വലിയൊരു വേഷത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഷേക്കിൻ്റെ ഒക്കെ ഒട്ടുപോയി. അതിപ്പോൾ സംസാരിച്ചോ ശങ്കർ സാറിനായിട്ട്? ഇപ്പോൾ സംസാരിച്ചോ? സംസാരിക്കുമല്ല, പുള്ളി ഭയങ്കര ബിസി. അപ്പോൾ ഇതിനിടെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ മനസ്സിലായി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല മനസ്സിലായി. ഞാൻ പറഞ്ഞു മോഹൻ വല്ലതും പറ്റിയുണ്ടോ? ഇല്ല കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ മുരളി ജയനാണ്, നടൻ ജയൻ്റെ മകൻ. ഞാൻ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി സംസാരിക്കാൻ നമുക്ക് നേരമായി, തിരക്കിന് ഷൂട്ടിംഗ് ഇല്ല, ഫോട്ടോ എടുക്കുന്ന തിരക്കിന്. അപ്പോൾ ഇനി അഭിനയ രംഗത്ത് സജീവമായിട്ട് തന്നെ ഉണ്ടാവും. അതെ. ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ജയൻ സാറിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു 3 കഥാപാത്രങ്ങൾ ഏതാണ്? ഇതെല്ലാം സിനിമയും കണ്ടിട്ടുണ്ടാവും. എല്ലാ കഥാപാത്രമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണിങ് ആയ ഡയലോഗാണ്. പഞ്ച് ഡയലോഗ് ഒരുപാടില്ല. ചടപട പറയുന്ന വാക്കുകളില്ല, എല്ലാം വളരെ കുറഞ്ഞ വാക്കുകൾ, പക്ഷെ അതെല്ലാം ഭയങ്കര കണ്ണിങ് ആയ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയും. ഞാൻ ശബ്ദത്തിൽ നിന്നും പറയാൻ എനിക്കൊന്നും. അദ്ദേഹം പറയുന്നൊരു മനുഷ്യമൃഗം എന്ന സിനിമയിൽ ജനാർദ്ദൻ സാറിനോട് ഒരു നെക്ലസ് അടിച്ചു മാറ്റിയിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പം ആ നെക്ലസ് അടിച്ചു മാറ്റിയിട്ട് അവരെ റൂമിലേക്ക് വരുമ്പോൾ ജനാർദ്ദൻ സാറ് പറയുന്നുണ്ട്, ഈ ഒരു നെക്ലസ് അടിച്ചു മാറ്റാൻ നിന്നെപ്പോലെ ഒരുത്തിനെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്നെപ്പോലെ ഒരുത്തിനെ കൊണ്ടല്ല എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൂടാതെ പറയുന്ന മറ്റൊരു വാക്കാണ്, ഒരു തുള്ളി വിയർപ്പ് പോലും വരുത്താതെ ഈ ലോകം മുഴുവൻ എനിക്ക് സ്വന്തമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നല്ല കിടിലൻ ഡയലോഗുകൾ അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പാട്ട്, ഒരു നടനെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കുന്നത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പാട്ടാണ്. മനോഹരമായ പാട്ടുകൾ കിട്ടുമ്പോഴാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത്. സാറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ കാലഘട്ടങ്ങളിൽ കിട്ടിയ മനോഹരമായ പാട്ടുകൾ. അതെൻ്റെ അച്ഛൻ്റെ സിനിമയിൽ ഒരുപാട് മനോഹരമായ പാട്ടുകൾ. ഈ മിമിക്രിക്കാരാണ് അദ്ദേഹത്തെ വീണ്ടും ലൈം ലൈറ്റിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവർ കുറച്ച് ഓവറാക്കുന്നു എന്നുള്ള വിമർശനങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. അതിനോട് എനിക്ക് യാതൊരുവിധ വിഷമങ്ങളും പറയുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, മിമിക്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മിമിക്രി എന്ന് പറയുന്നത് പൊതുജനങ്ങളെ കുറച്ച് നേരത്തേക്ക് സന്തോഷത്തിൽ എത്തിക്കാൻ വേണ്ടി അവരെ ചിരിപ്പിക്കുന്ന ഒരു വലിയ കലാരൂപമാണ്. അത് പ്രത്യേക കഴിവാണ്. സാധാരണപ്പെട്ട ഒരു നടൻ, ഇവൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മോഹൻലാൽ സാർ, ലാലേട്ടനോ അങ്ങനെയുള്ള വലിയ നടന്മാർക്ക് ഒന്നും പറ്റാത്ത ഒരു ഭയങ്കര കഴിവ്. അതായത് അറിയോ, മിമിക്രി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ആ വെറൈറ്റി ചെയ്ത് ജനങ്ങളെ കുറേ നേരം ചിരിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അതിനകത്ത് എൻ്റെ അച്ഛനെ അവർ ചെറിയ ചിരിക്ക് വേണ്ടി ചില വേലകൾ കാണിക്കുന്നത്. ചില ആളുകൾ ചെയ്യുമ്പോൾ അത് ഓവറാവും. അദ്ദേഹത്തിനെ ഇങ്ങനെ കൈയൊക്കെ ചൂട്ടി ഇങ്ങനെയൊന്നും നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. ചില സീനിലൊക്കെ ഒരു ഫൈറ്റ് സീനിൽ കഴിയുമ്പം ഒരു ഇടിച്ചിട്ട് കൈയുടെ പവർ കാണിക്കാൻ വേണ്ടി സാറിന് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ജസ്റ്റ് കാണിക്കണം. അല്ലെങ്കിൽ വാച്ച് ഒതുക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ കൈയുടെ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെയൊക്കെ ചില വേഷം ചിരിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ ചേട്ടൻ എത്ര വയസ്സായിരുന്നു? 9 വയസ്സാണ്. 9 വയസ്സ്. ഞാൻ 3 പഠിക്കും. അന്ന് എവിടെയായിരുന്നു? അപ്പോൾ നാട്ടിലായിരുന്നു അന്ന്? ഞാൻ നാട്ടിലാണ്. അന്ന് ബോഡി കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക്? ഞാൻ പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തിനെ റിയലായിട്ട് 3 പ്രാവശ്യം മാത്രമേ നേരിട്ട് കണ്ടുള്ളൂ. സംസാരിക്കാൻ എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല. മെയിൻ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലം, മെയിൻ സിനിമ എന്ന് പറയുന്നത് എൻ്റെ കഥയാണ്. ഇതൊരു പക്ഷേ അതെ മധുസാറിൻ്റെ മകനായിട്ട് അംഗീകരിക്കാത്തതും പറയുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ജയൻ സാർ IBC സാറിനോട്, എൻ്റെ അച്ഛൻ IBC സാറിനോട് പറഞ്ഞിട്ടുണ്ടാവാം മുരളിയുടെ ഈ ഒരു കഥ. അത് വെച്ച് IBC സാർ എടുത്തായിരിക്കാം എന്ന് പറയുന്നു. സെയിം എൻ്റെ കഥയാണ്, എൻ്റെ ജീവിത കഥയാണത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി, ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി അദ്ദേഹം ഒരു അംബാസഡറിൻ്റെ നടുക്കിൽ ഇങ്ങനെ ബാക്കിൽ ഇരിക്കുന്ന ഒരു സീൻ കണ്ട ആദ്യമേ. പിന്നെ അതേ സിനിമയുടെ തന്നെ ഒരു വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു ബസ് മുലയുടെ വീട്ടിൽ വെച്ചായി ഷൂട്ട്. അവിടെ വെച്ചിങ്ങനെ ഉള്ളിയ മാഡം, പിന്നെ ശ്രീവിദ്യ മാഡം, പിന്നെ സീമ മാഡം, പിന്നെ നമ്മുടെ അച്ഛൻ ചെയ്ത പിന്നെ ഡെഡ് ബോഡിയാണ്. അല്ലാതെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കലും. അമ്മ വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിന് അന്നത്തെ ആ സിനിമയ്ക്ക് ഹോട്ടലിൽ നിന്നും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ടാക്സി സ്റ്റാൻഡ്. അല്ല, ചേട്ടൻ്റെ അമ്മയാണോ അതോ അദ്ദേഹം കാണാൻ കൂട്ടാക്കാതിരുന്നതായിരുന്നോ? അമ്മ വിട്ടുകൊടുത്തില്ല. അദ്ദേഹം എന്നെ കാണാനും എന്നെ കൊണ്ടുപോകാനും വളർത്താനും റെഡിയായിരുന്നു. ഭയങ്കര മടിയല്ലേ, ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് റെഡിയായിരുന്നു, അദ്ദേഹം തയ്യാറായിരുന്നു. മടിയെന്ന് കേട്ടോ, സോറി. അപ്പോൾ അമ്മ വിട്ടുകൊടുത്തില്ല. കാര്യം എന്നെ കൊണ്ട് അങ്ങ് മദ്രാസിൽ പോയി കളയും എന്ന് പേടിച്ച്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊന്നും അത്ര വാക്കല്ല. നിങ്ങൾക്കറിയാമല്ലോ, കുടുംബക്കാരുടെ പ്രശ്നക്കാരാണ്. അല്ല, മരിച്ച ശേഷം കാണാൻ കുടുംബക്കാർ സമ്മതിച്ചിട്ടില്ല. അല്ല, അവർക്കൊന്നും നേരത്തെ ഇതില്ല. ഞാൻ നേരിട്ട് എൻ്റെ അമ്മ എന്നെ കൊണ്ടില്ല. അമ്മ ആദ്യമേ പോയി കണ്ടു. അമ്മ കണ്ടതിന് ശേഷം പിന്നെ അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നു. വന്നപ്പം അമ്മ പറഞ്ഞു, മോനെ അച്ഛൻ ഇന്നോലെ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം വീട്ടിനടുത്തുള്ള ഒരു മീനാക്ഷി അമ്മ മരിച്ചുപോയി. അവരെന്താ പറയുക, ഞാൻ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പേടി, കാര്യം അത്രയും ചെയ്യണം. എവിടെയാണ് പോയി കണ്ടത്? അദ്ദേഹം പഠിച്ച അച്ഛൻ്റെ വീട്ടിനടുത്തുള്ള മലയാളി സബ് സ്കൂളിൽ ബോഡി ആദ്യം വെച്ചത്. അങ്ങനെ ഞാൻ അവിടെ പോയി മണിക്കൂറുകളോളം ജനങ്ങളുടെ ക്യൂ നിന്നാണ് കണ്ടത്.